എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നാന്താ പരുന്ത് എന്താ ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് തരാം ഞാൻ. എനിക്ക് വെട്ടും കുത്തൊന്നും അത്ര പരിചയമില്ല. പക്ഷെ ഇതുപോലെ വേണ്ടാതീനം പറഞ്ഞു വരുത്തുന്നവരെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. തരാം ഞാൻ. എനിക്കതിന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറയ്ക്കൂല. ഇനി ഞാൻ കുറച്ച് ഓവറായ അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ പ്രൂവ് ചെയ്യേണ്ടത് അൻവിനാണ്. നീ ഒറ്റൊരുത്തം വെച്ച വെടിയായി കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് അനുഭവിച്ചു. സോ അൻവിൻ അത് ചെയ്യും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അൻവിൻ പറഞ്ഞു വീഡിയോ കോണ്ടന്റ് ചെയ്യുന്നുണ്ട്. തിരക്ക് കൂട്ടല്ലേ കുട്ട, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ആൻഡ് ഈ പാട്ടിട്ട് സ്റ്റോറി ഇട്ടവന്മാരടുത്തും അതിലെല്ലാം അതിന്റെ കമന്റ് സെക്ഷനിൽ എനിക്ക് വന്ന ഇതെല്ലാം ഞാൻ സ്റ്റോറി എടുത്ത് വെച്ചിട്ടുണ്ട്. പാട്ടിട്ടവന് ഞാൻ പാട്ടോട് കൂടി കൊടുത്തോളാം. ഇവൻ എന്നെ ഞെക്കി പിഴിയാൻ തുടങ്ങിയിട്ട് 4 കുറയായി. അതിനൊരു പണി കൊടുക്കണം. അവന് പാട്ടോട് കൂടി ഞാൻ കൈ കൊടുത്തോളാം. പാട്ടിട്ടവനെ തെക്കിക്ക് ഞാൻ കൈയോടെ കൊടുത്തോളാം. അവന്റെ കയ്യിൽ തന്നെ കൊടുത്തോളാം. അവന്റെ കയ്യിൽ തന്നെ ഞാൻ കൊടുത്തോളാം. വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പണത്തിന് മേതെ പരുന്തും പറക്കൂല. എല്ലാ കാര്യത്തിലും 100 നാവും അഭിപ്രായമുള്ളവന് സ്വന്തം ബിസിനസ് പാർട്ട്ണർ ഫ്രോഡ് കാണിച്ചിട്ടൊന്നും മിണ്ടാനില്ല. അവൻ ക്യാഷ് മേടിച്ച് നക്കിയതല്ലേ, എങ്ങനെ മിണ്ടും? ഭഗവാനെ, എന്റെ സമയം ഭയങ്കര, എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ. ഇവനെയൊക്കെ ഞാൻ എന്ത് പറയണോ ഗൈസ്? എന്താ ഞാൻ ഇനി ഒരു വാക്കിയാൾ മിണ്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഇയാളെ തല്ലും. ബുദ്ധി ഉറക്കാതെ അതൊരു വിദ്യയാണ് സാർ. ഇതൊക്കെ എന്താലേ ഇത് ഇതിന്റെയൊക്കെ കമന്റ്. ഇവരാണ് ശരിക്കും ഈ ഒരു പണിയില്ലാതെ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാര്. മനസ്സിലായ? ഇവൻ എന്റെ ഈ സെയിം ഡയലോഗ് ഇവൻ എന്റെ ഇൻസ്റ്റഗ്രാമില് കഴിഞ്ഞ എല്ലാ വീഡിയോസിലും കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തേക്കുക. ഈ സെയിം സാധനം. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം.